ഗൈസ്, ഞാൻ ഇന്നേ ഗീ റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കുക. ഗീ റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല ഈ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ചായ എങ്ങനെ ഉണ്ടാക്കി. മിൽമയുടെ നെയ്യാകണം. ഇടയ്ക്കൊക്കെ നമ്മൾ നെയ്യ് കഴിക്കണം. കൊഴുപ്പാന്ന് പറഞ്ഞ് കഴിക്കാനും ശരിയാകത്തില്ല. നമ്മുടെ തലച്ചോറൊക്കെ പ്രവർത്തിക്കുന്നതല്ലേ. അപ്പം ഇത്തിരി കഴിച്ചേക്കാന്ന് വെച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ ഗീ റോസ്റ്റും മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മസാല ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ദോശമാവോ എല്ലാവരും. ഇപ്പോഴാണ് ഞാൻ ഇച്ചിരി താമസിച്ച് എണീറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഗീ റോസ്റ്റ് ഉണ്ടാക്കി കഴിച്ചേക്കാന്ന് വെച്ചു. നല്ല ഒരു ചായ കിട്ടും. ഞങ്ങളിവിടെ കോഫിയാണ് ഉപയോഗിക്കുന്നത് എന്നും. അപ്പം അവരൊക്കെ ഇല്ലാത്തപ്പോഴേക്കും ഞാൻ ചായ നമ്മൾ ചായക്കടയിലെ നല്ല നല്ല സൂപ്പർ ചായ കിട്ടത്തില്ല, അടിച്ച് പതപ്പിച്ച് പൊങ്ങി അത്തരം ഒരു ചായ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാവേ. അപ്പം നമ്മുടെ ഗീ റോസ്റ്റൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മസാല ദോശയും ഗീ റോസ്റ്റും ഒക്കെ ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഞാൻ 3 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3ാമത്തതേ. നൈസല്ലേ, അതുകൊണ്ട് 3 കഴിക്കാം. അപ്പം ഞാൻ ചായയും കൂടെ ഊറ്റിയെടുക്കട്ടെ. ചായ റെഡിയായി. നല്ല പതപ്പിച്ച് പൊങ്ങിയല്ല സൂപ്പർ ചായയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കാപ്പി കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്ക് ചായ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നല്ല ടേസ്റ്റ് തോന്നും. ഇനി നമുക്ക് കഴിക്കാം. ഞാൻ റോസ്റ്റ് സാമ്പാറുണ്ട്. പിന്നെ ഇന്ന് വൈറ്റ് ചമ്മന്തി ഉണ്ടാക്കിയത്. ഞാൻ തേങ്ങാ ചമ്മന്തി വൈറ്റായിട്ട് ഞാൻ ഒത്തിരി ലൂസാക്കിയില്ല. ലൂസാക്കിയാൽ ഒത്തിരി മിച്ചം വരും. ബാലൻസ് വന്നു കഴിഞ്ഞാൽ രസമില്ല. അപ്പം ചൂട് ചായയൊക്കെ ഒഴിച്ച് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല അടിപൊളി കേട്ടോ. നല്ല നെയ്യുടെ സ്വാദ്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.